മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ മകളുടെ പേരില്ല എന്ന് ഇറാൻ പിടിച്ചെടുത്ത കപ്പലെ മലയാളി യുവതി ആൻസയുടെ പിതാവ് ആരോപിക്കുന്നു. സർക്കാർ തലത്തിൽ ഒരു വിവരങ്ങളും ഇതുവരെയും കിട്ടിയിട്ടില്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാ ഇടപെടലുകളും നടത്തണമെന്നും പിതാവ് എബ്രഹാം ആവശ്യപ്പെടുന്നു. ഇന്ത്യൻ അതോറിറ്റിക്ക് ഈ കപ്പലിൽ ബോർഡ് ചെയ്ത് ഇന്ത്യയിലുള്ള 17 പേരെയും കാണാനായിട്ട് ഇറാനിയൻ ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിൽ ഈ 17 പേരാണ് മൊത്തം ഈ കപ്പലിൽ ഇന്ത്യൻസായിട്ടുള്ളത്. മൊത്തം 25 പേരാണ് ഈ കപ്പലിലുള്ളത്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെൻട്രൽ മിനിസ്ട്രിക്ക് ഒരു ലെറ്റർ കൊടുത്തെന്ന് പറഞ്ഞു. ആ ലെറ്ററിൽ എൻ്റെ മോളുടെ പേരില്ലായിരുന്നു. അപ്പം എല്ലാ ന്യൂസുകളും ഫ്ലാഷ് ചെയ്യുന്നത് 3 പേരേ ഉള്ളെന്നുള്ളതാണ് മലയാളീസ്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ വന്നപ്പോൾ ഒരുപാട് അത് വിഷമം തോന്നി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അവരിൽ നിന്ന് ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഒരു ഇൻഫോർമേഷനും എനിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുന്നത് കമ്പനിയിൽ നിന്നാണ്. ഷിനോജ് ജസ്റ്റിയാണ് വിവരങ്ങൾ വായിച്ചത്. ഷിനോജ്, എന്തുകൊണ്ടാണ് എബ്രഹാമിൻ്റെ മകളുടെ പേര് മുഖ്യമന്ത്രി നൽകിയ പട്ടികയിൽ ഇല്ലാതെ പോയത്? അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം വരുന്നുണ്ടോ? കൃത്യമായി ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിൽ വിവരങ്ങൾ അറിയിക്കാത്തൊരു പ്രതിസന്ധി ഉണ്ടോ? രതീഷ, ഇത്തരത്തിലൊരു സംഭവം നടന്ന് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്കായിട്ട് കത്തിൽ ആദ്യം 3 മലയാളികൾ ഇത്തരത്തിൽ മലയാളിയെ കുറിച്ചാണ് പരാമർശമുണ്ടായിരുന്നത്. ആദ്യം വന്ന മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ തന്നെ 3 പേർ ഇത്തരത്തിൽ കപ്പലിൽ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത്. എന്നാൽ അങ്ങനെയല്ല, തന്റെ മകൾ 4മതൊരാൾ കൂടി, ഒരു മലയാളി കൂടി ഈ കപ്പലിൽ ഉണ്ട് എന്ന വാർത്ത ഇതിന് ശേഷമാണ് ഇപ്പോഴാണ് ഈ പുറത്തു വരുന്നത്. അത് തൃശ്ശൂർ വെള്ളത്തൂർ സ്വദേശിയായിട്ടുള്ള ആൻഡസ ജോസഫാണ് ഈ 4മത്തെ മലയാളി. എന്നാൽ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ വിദേശകാര്യ മന്ത്രിക്കായിട്ട് കത്തിൽ ഈ മകളുടെ പേരുണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ തങ്ങളുടെ മകളെക്കുറിച്ച് കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല എന്നൊരു ആവലാതിയാണ് ഇപ്പോൾ ഈ കുടുംബം പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. ട്രെയിനിങ്ങിന്റെ ഭാഗമായി 9 മാസമായി കപ്പലിൽ ജോലി ചെയ്ത് വരികയായിരുന്നു 21 വയസ്സുള്ള ഈ ആൻഡസ. വെള്ളിയാഴ്ച രാത്രിയാണ് അവസാനം മാതാപിതാക്കളുമായി സംസാരിച്ചത്. തുടർന്ന് രാവിലെയും വൈകിട്ടും ആൻഡസ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ വെള്ളിയാഴ്ച വൈകിട്ട് വിളിച്ചതിന് ശേഷം പിന്നീട് കുടുംബവുമായി ബന്ധപ്പെടാനൊന്നും തന്നെ കഴിഞ്ഞില്ല. തുടർന്നാണ് കുടുംബം കമ്പനി ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ധപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷം കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് കോൾ വന്നു. മകൾ സുരക്ഷിതയാണെന്ന് അറിയിക്കുകയും ചെയ്താണ് ഇപ്പോൾ നിലവിലുള്ള ഏക ആശ്വാസം. എന്നാൽ സർക്കാർ തലത്തിൽ ഇത്തരത്തിൽ മകൾക്ക് എന്ത് പറ്റിയെന്ന് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. കാരണം ഇത്തരത്തിൽ 3 പേരുടെ പേര് സംസ്ഥാന സർക്കാർ ഈ കത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ 4മത് തങ്ങളുടെ മകൾ കൂടി ഉണ്ട്. ആ മകൾക്കും തങ്ങളുടെ ഈ കാര്യങ്ങൾ അറിയാൻ, മകളെയും സുരക്ഷിതമായി നാട്ടിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നുള്ള പ്രധാനമായ ആവലാതിയാണ് ഈ കുടുംബം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്.